അസ്സലാമലൈക്കും. ഇന്നൊരു അടിപൊളി ഗ്രീൻ ചിക്കനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് മിക്സി ജാർ എടുത്ത് അതിലേക്ക് വേണ്ടി സാധനങ്ങൾ പറഞ്ഞുതരാം. 2 സവാള, 10 പച്ചമുളക്, ഒരു 5 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി. ഞാനിവിടെ കുതിർത്തിയെടുത്ത അണ്ടിപ്പരിപ്പും ബദാമുമാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഒരു കപ്പ് തൈര്. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം, പകുതി മാറ്റി വെക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. അത് നന്നായി പൊട്ടി വരട്ടെ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ ഓരോ പീസുകളായി ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം. ചിക്കന് മുഴുവനായിട്ടും കുക്കിംഗ് ചെയ്യണ്ട, പകുതി കുക്കിംഗ് ആയാൽ മതി. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്കും ചെയ്യണം. എല്ലാം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ വറുത്ത് കോരിയ ചിക്കനും നേരത്തെ അരച്ച് വെച്ച മസാലക്കൂട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പിടാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പട്ട കറാമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് അടച്ച് വെക്കാം. നല്ലൊരു തിള വന്ന ശേഷം ഓഫാക്കാം. നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്കും ചെയ്യണം. താങ്ക് യു.